ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ലാസ്റ്റ് ഡേ നോട്ട്സ് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അതോറിറ്റീസ് ഓഫ് ദി കമ്പനി ലോ ഓർ അതോറിറ്റീസ് ആസ് പെർ ദി കമ്പനീസ് ആക്ട് 2013. ദ വേരിയസ് അതോറിറ്റീസ് which are responsible for the regulation or implementation of the provisions of the Companies Act. അപ്പോൾ നമ്മളതിൽ ലാസ്റ്റ് ഡേ പറഞ്ഞിരുന്നത് എന്താണ്? 7 അതോറിറ്റീസ് ആണുള്ളത്. ദ സെൻട്രൽ ഗവൺമെൻറ്, സെക്കൻഡ് വൺ ഇസ് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, തേർഡ് വൺ കമ്പനി ലോ ബോർഡ്, ദെൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ദെൻ കോർട്ട്, ലിക്വിഡേറ്റേഴ്സ് ആൻഡ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. These are the various authorities that regulate the functioning of the company or that implement the provisions of the Companies Act. അപ്പോൾ അതിലോരോ കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദി സെൻട്രൽ ഗവൺമെൻറ്. ദ സെൻട്രൽ ഗവൺമെൻറ് ഈസ് ദ സുപ്രീം അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട് ത്രൂ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. നമുക്കറിയാം കമ്പനീസ് നമുക്ക് സെപ്പറേറ്റ് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് കമ്പനികളുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന സുപ്രീം അതോറിറ്റി. ഇഫ് എനി മാറ്റർ ഇൻ ദ കമ്പനീസ് ആക്ട് ഹാസ് ടു ചേഞ്ച് ദ പ്രൈമ ഫേസ് പെർമിഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഇസ് റിക്വയർഡ്. അതായത് കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റെഗുലേഷൻസ് അമെൻമെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ കൺസെൻറ്റ് ആവശ്യമാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു കൺട്രോൾ ദി കമ്പനീസ്. ആൻഡ് സെക്കൻഡ് വൺ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. The ministry is primarily concerned with the administration of the Companies Act 2013 and other law for regulating the functioning of the corporate sector. നമുക്കറിയാം, ഇൻക്ലൂഡിങ് കോമ്പറ്റീഷൻ ആക്ട് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ നിയമങ്ങളും നടപ്പിൽ വരുത്തുന്നുള്ള അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ഓക്കെ. ഇറ്റ് എക്സസൈസ് ദ സൂപ്പർവിഷൻ ഓവർ ദി 3 പ്രൊഫഷണൽ ബോഡീസ്. ഇത് കൂടാതെ എന്താണ്? നമുക്കറിയാം 3 പ്രൊഫഷണൽ ബോഡീസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ മൂന്ന് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സൂപ്പർവിഷൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ നേരിട്ടുള്ള കൺട്രോളിലാണ്. ആൻഡ് MCA ഓൾസോ പ്രൊവൈഡ് വേരിയസ് സർവീസസ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വേരിയസ് ഇൻവെസ്റ്റേഴ്സ് സർവീസസും ആര് ഓഫർ ചെയ്യുന്നുണ്ട്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ, കമ്പനി ലോ ബോർഡ്. ദ സെൻട്രൽ ഗവൺമെൻറ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി സെക്ഷൻ 10E ഓഫ് ദി കമ്പനീസ് ആക്ട് 1956 കോൺസ്റ്റിറ്റ്യൂട്ട് ദി കമ്പനി ലോ ബോർഡ്. ആൻഡ് ദ കമ്പനി ലോ ബോർഡ് ഫ്രെയിംഡ് കമ്പനി ലോ ബോർഡ് റെഗുലേഷൻസ് 1991. Then it prescribe the procedure for filing the applications and petitions before the company law board. അതായത് കമ്പനി ലോ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് റെഗുലേഷൻസ് 1991 കമ്പനി ലോ ബോർഡ് പാസ്സാക്കിയിട്ടുണ്ട്. അത് പ്രകാരമാണ് എന്ത് ചെയ്യുക? ഒരു പെറ്റീഷൻസ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് ഈ റെഗുലേഷനിൽ പറയുന്നത്. അതുകൂടാതെ ദി സെൻട്രൽ ഗവൺമെൻറ് ഓൾസോ പ്രിസ്ക്രൈബ് ദ ഫീ ഫോർ മേക്കിംഗ് ആപ്ലിക്കേഷൻസ് ഓർ പെറ്റീഷൻ ബിഫോർ ദി കമ്പനി ലോ ബോർഡ്. ഓക്കെ. സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫിക് റൂൾസ് ഉണ്ട്. ഫീ ഫോർ ആപ്ലിക്കേഷൻസ് ആൻഡ് പെറ്റീഷൻസിൻ്റേത് 1991 റെഗുലേഷൻസ് റൂൾസ് ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. ദി അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് ദി കമ്പനി ലോ ബോർഡ് കൺസിസ്റ്റ് ഓഫ് ദി സെൻട്രൽ ഓഫീസ് സിറ്റുവേറ്റഡ് ഇൻ ന്യൂഡൽഹി, 4 regional offices headed by regional director ആൻഡ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇൻ ഈച്ച് സ്റ്റേറ്റ്. അപ്പോൾ കമ്പനി ലോ ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് ഇതിലുള്ള. ഒന്ന്, സെൻട്രൽ ഓഫീസ് സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി, ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയിലും, അതുപോലെ തന്നെ 4 റീജിയണൽ ഓഫീസസ്, റീജിയണൽ ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ വരുന്ന 4 റീജിയണൽ ഓഫീസും, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസുമാണ് ഈ കമ്പനി ലോ ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉള്ളത്. ആൻഡ് ഇത് കൂടാതെ നമുക്കറിയാം കമ്പനി ലോ ബോർഡ് 2 ട്രൈബ്യൂണലുകളെ, ഒന്ന് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലും അതുപോലെ തന്നെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കമ്പനികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിഫറെൻറ്റ് കേസുകൾ, പെറ്റീഷൻസൊക്കെ ദെൻ ഡിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി, തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ട്രൈബ്യൂണലിനെയും കമ്പനി ലോ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കമ്പനി
നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലും ഇനി അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റിയായ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലും. ഓക്കെ, നാലാമത്തെ കേസ് അതോറിറ്റി പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അല്ലെ. നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. നമുക്കറിയാം, in order to register a company we have to file applications and documents to the registrar. Okay, the registrar of companies is an office under the Indian Ministry of Corporate Affairs that deals with the administration of the Companies Act 2013. The registrar is appointed under section 609 or section 396 of the Companies Act 2013. Okay, the person desires for forming a company have to file important documents with the registrar of companies for the registration. നമുക്കറിയാം എന്ത് ചെയ്യണം, ആ ഒരു കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യുക, അതിനുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലാണ് എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. ദ പേഴ്സൺസ് ഓക്കെ ആൻഡ് ദ രജിസ്ട്രാർ ചെക്ക് ദി ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇഷ്യൂ ദി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ടു എനേബിൾ എ കമ്പനി ടു സ്റ്റാർട്ട് ഇറ്റ്സ് ബിസിനസ്. രജിസ്ട്രാർ എന്ത് ചെയ്യും, ഈ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യും. അതിന് ശേഷം എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യും, രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. ഹി ഓൾസോ മെയിൻറ്റെയിൻ എ രജിസ്ട്രി ഓഫ് റെക്കോർഡ്സ് റിലേറ്റഡ് ടു ദി കമ്പനീസ് രജിസ്റ്റേർഡ് വിത്ത് ദം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു സെപ്പറേറ്റ് എല്ലാ റെക്കോർഡ്സും മെയിൻറ്റെയിൻ കമ്പനി രജിസ്ട്രാറുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രി അല്ലേ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദ യൂണിയൻ ഗവൺമെൻറ് മെയിൻറ്റെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ത്രൂ ദി റീജിയണൽ ഡയറക്ടേഴ്സ്. നമുക്കറിയാം എന്താണ് 7 റീജിയണൽ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇൻ ഓർഡർ ടു സൂപ്പർവൈസ് ദി ഫങ്ഷനിങ് ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ ദി റീജിയൻ. എന്ത് ചെയ്യുക, 7 റീജിയണിലും ഡയറക്ടേഴ്സിൻ്റെ റീജിയണൽ ഡയറക്ടേഴ്സിൻ്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഫങ്ഷൻ ചെയ്യുന്നത്. Then the salaries and other service conditions of the registrar is fixed by the central government. Okay, അപ്പോൾ എന്ത് ചെയ്യുക, നാലാമത്തെ അതോറിറ്റിയാണെന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ആൻഡ് നെക്സ്റ്റ് വൺ കോർട്ട്, അഞ്ചാമത്താണ് കോർട്ട്. കോർട്ട് സിംപ്ലി മീൻസ് ദി ഹൈ കോർട്ട് ഓർ ഡിസ്ട്രിക്ട് കോർട്ട് ഓർ സെഷൻസ് കോർട്ട് ഓർ സ്പെഷ്യൽ കോർട്ട്, അല്ലെങ്കിൽ ഏതാണ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. നമ്മൾ സാധാരണ ഉള്ള ജനറലായിട്ട് കേസ് പറയുന്ന അതേ കേസ് തന്നെയാണ് എന്താണ് കോർട്ട് എന്ന ടേം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറൻറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യപ്പെടുന്നതും അത് പരിഹരിക്കപ്പെടുന്നതിനുമായി വേണ്ടിയിട്ടുള്ള ദെൻ ജുഡീഷ്യൽ സെറ്റപ്പ്, സാധാരണ നമ്മൾ പറയുന്ന അതേ കോർട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ലിക്വിഡേറ്റേഴ്സ്. നമുക്കറിയാം, ഒരു കമ്പനിയുടെ വൈൻഡപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒഫീഷ്യൽ പേഴ്സൺ ആണെന്ന് പറയുന്നത് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. A liquidator is the official officer appointed when a company go into liquidation, and he has the responsibility for collecting all the assets and setting all claims against the company before the dissolution. Okay, അപ്പോൾ ഒരു ലിക്വിഡേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചെയ്യുക, കമ്പനിയുടെ അസറ്റൊക്കെ റിലീസ് ചെയ്യുക, കമ്പനിക്കെതിരെയുള്ള ക്ലെയിംസ് അതായത് ലാബിലിറ്റീസൊക്കെ എന്ത് ചെയ്യുക, പേ ഓഫ് ചെയ്യുക. ഓക്കെ, liquidator is a person officially appointed to liquidate a company or a firm. Then their duty is to ascertain the liabilities of the company. Then if there is any surplus asset, they are distributed to contributors. അപ്പോൾ അസറ്റൊക്കെ റിലീസ് ചെയ്ത് ലാബിലിറ്റീസ് ക്ലെയിംസ് ഒക്കെ പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് കോൺട്രിബ്യൂട്ടേഴ്സ്, ദാറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് കോൺട്രിബ്യൂട്ടറീസ്. എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യുക, പ്രൊപ്പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. And liquidators are appointed either by the tribunal in the case of compulsory winding up or by the company in its general body meeting in the case of the voluntary winding up. Winding up പല ടൈപ്പ് ഉണ്ട്, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ ആണെങ്കിൽ, ദാറ്റ് മീൻസ് കമ്പൾസറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ട്രൈബ്യൂണലാണ് ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ കേസിലാണ് എന്ത് ചെയ്യുക, ജനറൽ ബോഡി മീറ്റിങ്ങിലായിരിക്കും എന്ത് ചെയ്യുക, ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് ലിക്വിഡേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം സെബിയാണ്, സെപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇൻ ഓർഡർ ടു റെഗുലേറ്റ് ദി ഫങ്ഷനിങ് ഓഫ് ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ദാറ്റ് മീൻസ് ഇൻക്ലൂഡിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓക്കെ,
Then Securities Exchange Board of India was established in the year 1992. സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് നമുക്കറിയാം സെക്യൂരിറ്റീസ് സെബി ആക്ട് 1992 പ്രകാരമാണ് സെബിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് സെബി ഈസ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് promote the development and regulate the securities market and other matters concerned with the ഷെയർ മാർക്കറ്റ്. അപ്പോൾ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ റെഗുലേഷൻസ് ആണ്, ഷെയർ മാർക്കറ്റിൻ്റെ റെഗുലേഷൻസ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റെഗുലേഷൻസ് ആണ് സെബിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. ദാറ്റ് മീൻസ് ദ കമ്പനി അല്ലെ നോട്ട് ടു മൊബിലൈസ് ദി shares or not, that means not to mobilize the share capital and to floating the shares. Then the company some regulations, the company should follow some regulations and guidelines issued by the സെബി ഫ്രം ടൈം ടു ടൈം അല്ലെ. നമുക്കറിയാം കമ്പനികൾക്ക് മൊബിലൈസ് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യണമെങ്കിലും പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഒക്കെ നമുക്ക് എന്ത് പറയുന്നുണ്ട്, സെബി ഗൈഡ്ലൈൻസ് ഉണ്ട്. അപ്പോൾ സെബിയും എന്താണ്, ഒരു കമ്പനി ലോയുടെ കീഴിൽ വരുന്നൊരു കമ്പനി ലോയുടെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്നൊരു അതോറിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ 7 അതോറിറ്റീസാണ് ഏത് പ്രകാരം കമ്പനി ലോ പ്രകാരം ഉള്ളത്. നമുക്കൊന്നുകൂടെ നോക്കാം ഏതൊക്കെ. 1 സെൻട്രൽ ഗവൺമെൻറ്, 2 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, 3 കമ്പനി ലോ ബോർഡ്, 4 രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, 5 കോർട്ട്, 6 ലിക്വിഡേറ്റേഴ്സ്, 7 സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ.